ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എന്നാലും ഈ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അർച്ചനയ്ക്ക് എന്താണെങ്കിൽ ആ ചെങ്കൽ മധുവിൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നെന്ന് പറഞ്ഞ് സേതുമാധവനെ എരിവ് കയറ്റുകയാണ് അവന്തിക. അതേസമയം അർച്ചനയും സച്ചിയും നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നു. കാല് അനക്കാൻ വയ്യെന്ന് അർച്ചന പറയുമ്പോൾ അർച്ചനയെ താങ്ങി പിടിച്ചുകൊണ്ട് സച്ചി അകത്തേക്ക് കയറുന്നു. എന്താ മക്കളെ, എന്ത് പറ്റിയെന്ന് സേതുമാധവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും അർച്ചനയ്ക്ക് ഒരു ചെറിയ ക്ഷീണം അതാണെന്നും സച്ചി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി മുറിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അല്ല, ആ കൊച്ചിനെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക അവരുടെ പിന്നാലെ ചെല്ലുമ്പോൾ കിട്ടിയെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ അർച്ചനയെ നോക്കുകയാണ്. എന്നിട്ട് നിങ്ങളെന്താ അയാളുടെ കാല് പിടിച്ചോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ആവണിമോൾക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കുന്നതിന് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്ന് അർച്ചന പറയുന്നു. അപ്പോഴാണ് അവന്തികയുടെ മുഖത്തെ പാട് സച്ചി ശ്രദ്ധിക്കുന്നത്. അല്ല, ഏട്ടത്തിന്റെ മുഖത്തെന്താ ആരോ അടിച്ചതുപോലെ ഒരു പാട് കിടക്കുന്നത്? ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്ധ്യ തന്നെ തല്ലിയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വരികയാണ്. അത് പിന്നെ നന്ദേട്ടൻ എന്നെ തല്ലിയതാ. നന്ദേട്ടനോ? ഏട്ടത്തി എന്തൊക്കെ ഈ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞിരുന്നു, കൊടുക്കാൻ താമസിച്ചപ്പോ എന്നെ തല്ലിയതാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് അവന്തിക ഏട്ടത്തിനെ കവളത്തടിക്കാൻ നന്ദേട്ടനെ കൊണ്ട് എങ്ങനെ സാധിക്കും? ഇത് കേൾക്കുന്ന അവന്തിക പരുങ്ങലോടെ നിൽക്കുകയാണ്. അത് പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാ അതൊന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും കിട്ടിയത് നല്ല ഉഗ്രൻ തല്ല് തന്നെയായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സച്ചി പറയുകയാണ്, ഏട്ടത്തിയെ നന്ദേട്ടൻ തന്നെ തല്ലിയതായിരിക്കുമോ? എനിക്കെന്താണെങ്കിലും ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തുടർന്ന് സേതു പറയുകയാണ്, ചിലപ്പോ അവന്തിക പറഞ്ഞത് സത്യമായിരിക്കാം. മോളെ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കണം. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടാൻ ഇതൊന്നും കാരണമാകരുത്. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സേതുമാധവനും അവരുടെ മുറിയിൽ നിന്നും പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന അവന്തികയാണ്. ഇയാൾ എന്തൊരു ഗുണ്ടയാ, ലോകം മുഴുവൻ വിറപ്പിക്കുന്ന അധോലോക ഗുണ്ട എന്നൊക്കെയാ പറയുന്നത്. എന്നിട്ടൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ പോലും അറിയില്ല. ഇനിയൊരു പക്ഷേ അർച്ചന ചെന്ന അയാളുടെ കാല് പിടിച്ചു കാണുമോ? എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക ചെങ്കൽ മധുവിനെ വിളിക്കുന്നു. നിങ്ങള് ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോയല്ലേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും എനിക്ക് ഒന്നും തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമില്ലെന്നും മധു പറയുന്നു. അല്ല, എന്ത് കണ്ടീഷനിലാ നിങ്ങൾ ആ കുട്ടിയെ തിരിച്ചു കൊടുത്തത്? അവള് നിങ്ങളുടെ കാല് പിടിച്ചോ, അതോ നിങ്ങൾ അവളുടെ മുമ്പിൽ മാപ്പ് പറഞ്ഞോ? അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളെന്ന് അവന്തിക പറയുമ്പോൾ മധു പറയുകയാണ്, ഞാൻ ചില ചെന്നായ്ക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളും അങ്ങനെ ഒരു ചെന്നായാണോന്നാ എൻ്റെ സംശയം. ചെന്നായാണോ പുലിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് അവന്തിക പറയുമ്പോൾ ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറഞ്ഞുകൊണ്ട് മധു കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അമ്പാന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തതിന് ശേഷം മെയിലിൽ ഇവളെ വിളിച്ചാൽ എനിക്ക് ഫോൺ തരരുതെന്നും മധു പറയുന്നു. അല്ലെങ്കിലും ഈ ഗുണ്ടകളെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക അകത്തേക്ക് കയറി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. അർച്ചനയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുകയാണ് സച്ചി. അതേസമയം വക്കീല് അവരുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നാളത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ വക്കീല് ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കോള് കട്ട് ചെയ്യുന്നു. ധനുഷെല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്യില്ലേ സച്ചിയേട്ടാ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി ധനുഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതേസമയം ധനുഷിന് ഫോൺ കൊണ്ട് കൊടുക്കുന്നത് സ്നേഹ ആയിരുന്നു. നാളത്തെ കാര്യമെല്ലാം സെറ്റല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാം സെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയാണ് ധനുഷ്. ദേ ധനുഷെ, ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. അനൂപേട്ടനെ അവർ വേണമെങ്കിൽ ഇറക്കിക്കോളും. ധനുഷ് അതിന്റെ പിന്നാലെ ഓടി നടക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, എൻ്റെ പൊന്നു സ്നേഹേ, അതിനൊന്നുമല്ല വിളിച്ചത്. വക്കീൽ വിളിച്ച കാര്യം എന്നോടൊന്ന് പറഞ്ഞെന്ന് മാത്രം. അല്ലാതെ ഞാനും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ നാളെ എനിക്ക് ജോലിയുടെ കാര്യത്തിനായിട്ട് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും പോകേണ്ടതായിട്ടുണ്ട്. ഇത് കേൾക്കുന്ന സ്നേഹയ്ക്ക് സമാധാനമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചെങ്കൽ മധുവിന്റെ വീടാണ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നതെന്നും ആ സമയത്ത് അനൂപ് മദ്യപിച്ചിട്ടില്ലായിരുന്നെന്നും എനിക്കും അനൂപ് നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ടെന്നും ഒക്കെ തന്നെ വക്കീല് മധുവിനോട് പറയുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ആക്സിഡന്റിനെ കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കണമെന്നാണ്. എന്താണെങ്കിലും മരിച്ചത് എൻ്റെ അനിയത്തിയല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് മധുവും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.